നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. 2014-ലും 2019-ലും കാണാത്ത ഒരു പ്രത്യേകത, സവിശേഷത പാർലമെന്റിൽ ഉണ്ട് എന്നുള്ളത് നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും അറിയുന്ന വസ്തുതാപരമായ കാര്യമാണ്. അതായത് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ്, ആ സ്ഥാനം ഭരണഘടനാപരമായി 2014-ലും 2019-ലും അത് നിഷേധിച്ചത് കേന്ദ്ര സർക്കാരാണ്. നരേന്ദ്രമോദി അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ പലതും നടത്തിയാണ് ആ സ്ഥാനം റദ്ദാക്കിച്ചത്. എന്നാൽ ഭരണഘടനാപരമായും അവകാശവാദങ്ങൾ ആവശ്യപ്പെട്ട് ഇപ്പോൾ കോൺഗ്രസിനായി പ്രതിപക്ഷ നേതാവുണ്ട്. അത് ഭരണപക്ഷത്തേക്ക് എത്താൻ അധികം സമയം വേണ്ട, അധികം താമസം വേണ്ട എന്ന ഭയം നരേന്ദ്രമോദിയെയും ടീമിനെയും വല്ലാതെ പിടികൂടിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ എങ്ങനെയും കള്ളക്കേസിൽ കൊടുക്കാനോ രാജ്യദ്രോഹി എന്ന രീതിയിൽ മുദ്ര കുത്താനോ ഒക്കെ ശ്രമിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വിദേശ സന്ദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ തോതിൽ ഗോപ്യമാണ് എന്നും ഈ രാജ്യത്ത് പുകമറ ഉണ്ടാക്കൽ ആണ് അദ്ദേഹത്തിൻ്റെ ഹോബി എന്നും ഒക്കെ വരുത്തി തീർക്കാൻ പ്രധാനപ്പെട്ട BJP നേതാക്കളെ അതിനുവേണ്ടി BJPയുടെ വാർ റൂം തന്നെ തുറന്നു വച്ചിരിക്കുന്ന അവസ്ഥയാണ്. ഇതൊന്നും കൊണ്ട് പരിഭ്രാന്തനാവുകയോ അല്ലെങ്കിൽ ഇതിൽ അക്ഷമനാവുകയോ ചെയ്യുന്നില്ല രാഹുൽ ഗാന്ധി എന്നത് അവരെ കുറച്ചുകൂടി നിരാശയിൽ ആഴ്ത്തുന്നുണ്ട്. കാരണം ഈ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് പ്രതികരിക്കേണ്ട എല്ലാ വിഷയങ്ങളിലും പ്രതികരിക്കുന്നു. നിർമ്മല സീതാരാമൻ ഈ രാജ്യത്തെ കുട്ടിച്ചോറാക്കുകയാണ് എന്നുള്ളത് അവരുടെ ബജറ്റ് പ്രഖ്യാപനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അവർ എടുത്തിരിക്കുന്ന തീരുമാനങ്ങളിലെ അവ്യക്തതയും വളരെ വ്യക്തമായ ഉദാഹരണ സഹിതം പറഞ്ഞുകൊണ്ട് തന്നെ അവരെ പേരെടുത്ത് പറഞ്ഞു തന്നെ ലോക്സഭയിൽ വിമർശിച്ചു. അവർ മുഖത്ത് കൈവച്ച് നിൽക്കുന്ന ആ ചിത്രം, അതായത് കള്ളക്കളി മുഴുവൻ പിടിക്കപ്പെട്ടല്ലോ, സർവ്വതും തേഞ്ഞല്ലോ എന്നുള്ള അവരുടെ ദയനീയമായ അവസ്ഥ ഈ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ കണ്ടതാണ്. മോദി മീഡിയ അതിനെ വെളുപ്പിക്കാൻ ശ്രമിക്കും. അത് മറ്റു രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ അതിൻ്റെ അടിക്കുറിപ്പായി രേഖപ്പെടുത്തിക്കൊണ്ട് വെള്ളപൂശാൻ ശ്രമിക്കുമ്പോഴും യാഥാർത്ഥ്യം എന്തെന്നാൽ 200 ലക്ഷം കോടിയിലേക്ക് ഇന്ത്യയുടെ പൊതുകടം വർദ്ധിക്കുന്നു എന്നത് മാത്രമല്ല, ഇന്ത്യയുടെ സാമ്പത്തിക തകർച്ച അതൊന്നുകൂടി ആക്കം കൂട്ടുന്നു. പ്രതിവർഷം ആ ആളോഹരി കടം പെറ്റുപെരുകുന്നു എന്നുള്ളതല്ലാതെ ഈ രാജ്യത്തിന് സുസ്ഥിരമായൊരു വികസനമോ അതിനുവേണ്ടിയുള്ള പദ്ധതിയോ ഇല്ല. ടാക്സ്, നികുതി ഈടാക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതിന് ഒരു വ്യക്തമായ അടിസ്ഥാന സൗകര്യമില്ല. ഈ രാജ്യം ഡോക്ടർ മൻമോഹൻ സിംഗിനോട് എത്രത്തോളം കടപ്പെട്ടിരിക്കുന്നു എന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ ഒരു ചിരിയോടെ, ഒരു പുഞ്ചിരിയോടെ പുച്ഛിച്ച് തള്ളുന്ന നിർമ്മല സീതാരാമൻ്റെ ഭർത്താവ് തന്നെ പറയുന്നു അവർ ഇന്ത്യയെ കുട്ടിച്ചോറാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലോചിക്കൂ, അവരുടെ സ്വന്തം ഭർത്താവ് അവരെ വിമർശിക്കുകയാണ്, അവർക്ക് ഏറ്റവും മോശമായ മന്ത്രിയാണ് എന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്, ഗഡ്കരി കൊടുക്കുകയാണ്. ഈ രാജ്യത്ത് BJP സംഘപരിവാറിൻ്റെ ആശയം മാത്രമല്ല, അവരുടെ ധനകാര്യപരമായിട്ടുള്ള സാമ്പത്തിക നയവും അമ്പെ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ്.